ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ എന്താണ് ഇന്ന് കറിക്കുണ്ടാക്കണേ എന്നൊരു ചിന്തയിലായിരിക്കും ഏതൊരു മലയാളിയായ എല്ലാ വീട്ടമ്മമാരും. മലയാളി എന്നല്ല കേട്ടോ, എല്ലാ വീട്ടമ്മമാരുടെയും ചിന്ത എന്താണ് ഇന്ന് കറിക്കുണ്ടാക്കണ്ടേ എന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഞാൻ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ പടവലങ്ങ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓണാക്കി ഇത് നന്നായി ഒന്ന് വേവിക്കേണ്ടതാണ് കേട്ടോ. ഈ പടവലങ്ങ ഒന്ന് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പണിയോടം ചെയ്യാനുണ്ട്. ഞാൻ അതിനായിട്ട് കുറച്ച് ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറിപ്പോവാനായിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കി നമുക്ക് ഇതൊന്ന് നന്നായി വറുത്തെടുക്കണം. ഇത് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ഒടിഞ്ഞ് കിട്ടാൻ പാകത്തിന് പരുവത്തിലൊന്ന് വറുത്തെടുത്താൽ മതി. ഒത്തിരി കരിയിച്ച് കളയരുത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി പടവലങ്ങയൊക്കെ നന്നായി സമയം കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. ഈ തേങ്ങ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിതാ ചെമ്മീനൊക്കെ നന്നായി വറുത്ത് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി ഇതൊക്കെ ഒന്ന് ഇളക്കി ഈ പടവലങ്ങയും ചെമ്മീനും കൂടെ തേങ്ങ നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ തേങ്ങ ഒന്ന് തിളയ്ക്കാൻ വെക്കണം. കാരണം നമ്മൾ ഈ ചെമ്മീനിലേക്ക് ഈ സമയമാണ് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന എരിവും ഉപ്പുമൊക്കെ ചെമ്മീനിൽ പിടിക്കണമെങ്കിൽ അല്പം നേരം തേങ്ങ അരപ്പി കിടന്ന് ഈ ചെമ്മീനൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ നന്നായി ഒന്ന് തിളപ്പിച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വന്നാൽ നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം. ആ കടുക് താളിക്കുന്നതിനായി കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയോടം കൂടി നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, ആഹാ എന്ത് രുചിയാണെന്നറിയാമോ. ഇനി ഇതുപോലെ ഒന്ന് കറി വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയെടുത്തോ. വളരെ സിമ്പിളാണ്. നമുക്ക് കുറഞ്ഞ ഐറ്റം കൊണ്ട് വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക്, നമുക്ക് ആ രുചി ഇഷ്ടമുള്ളവർക്ക് എല്ലാത്തവരും കഴിച്ചു പോകും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.